ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയുമായിട്ടാണ് കേട്ടോ. നമ്മളിത് തയ്യാറാക്കുന്നത് നുറുക്കുഗോതമ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാം. നിങ്ങൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ ഹലുവയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നുറുക്കുഗോതമ്പ് തന്നെയാണ് കേട്ടോ. 1/2 കപ്പ് നുറുക്കുഗോതമ്പ് നല്ല തിളച്ച വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തെടുത്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമുക്ക് നുറുക്കുഗോതമ്പ് ചേർത്ത് കൊടുക്കാം. നുറുക്കുഗോതമ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1/2 കപ്പ് നുറുക്കുഗോതമ്പ് എടുത്തുകൊണ്ടാണ് കേട്ടോ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചിരവിയത് മുഴുവനും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ ഹലുവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നുറുക്കുഗോതമ്പ് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് 4 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അങ്ങനെ ശർക്കര ഇവിടെ മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ നുറുക്കുഗോതമ്പ് അരഞ്ഞിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. അങ്ങനെ നുറുക്കുഗോതമ്പ് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനിയിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഹലുവ റെഡിയാക്കി എടുക്കാൻ ഉപയോഗിക്കുന്ന പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള നുറുക്കുഗോതമ്പിൻ്റെ ബാറ്റർ മുഴുവനും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. ശേഷം നമുക്കിത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നുറുക്കുഗോതമ്പ് ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ നെയ്യിന് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കുക. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും കേട്ടോ നമ്മുടെ ഹലുവക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ഹലുവ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ലൊരു കളറൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നത് വരെ കുറുക്കിയെടുക്കാം. അങ്ങനെ ഏകദേശം അത് പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 5 മിനിറ്റിന് ശേഷം എനിക്കിത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്നും ഉരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹലുവ സെറ്റാവാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഹലുവ സെറ്റാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രം വേണമെങ്കിലും എടുക്കുക. നമ്മൾ ഹലുവ സെറ്റാക്കി എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഹലുവ സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം.
മുഴുവനായിട്ടും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടകം എടുത്തിട്ടുണ്ട്. നമ്മളിത് ലെവൽ ചെയ്തെടുക്കുമ്പോൾ ചട്ടകത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഞാനിത് ഒരു അരമണിക്കൂറിന് ശേഷം നോക്കുന്നുണ്ട്. നമ്മുടെ ഹലുവ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹലുവ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഹലുവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.